തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ക്ഷേത്രത്തിലെ അലോഷി പാടിയ പാട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ അലയടിക്കുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ അലോഷി യാദവ് ചേരുന്നു. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പാട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ, അതിലെന്താണ് പറയാനുള്ളൊരു മറുപടി? ഇത് തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ളതാണെന്ന് പോലും ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. സത്യത്തിൽ ഇതിങ്ങനെ വിവാദമായതിന് ഭയങ്കര സങ്കടമുണ്ട്. കാരണം അന്ന് ആയിരക്കണക്കിന് ആൾക്കാർ കൂടെ പാടി ആസ്വദിച്ച് പോയി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വിവാദം വരുന്നത്. നോർമലി അന്ന് മറ്റൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഈ പറയുന്നത് പോലെ നോർമലി അലോഷി പാടുന്നു എന്നുള്ള കൺസെപ്റ്റിൽ എപ്പോഴും സംഭവിക്കുന്നത് പോലെ ആൾക്കാർ ആവശ്യപ്പെടുന്ന അല്ലേ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് പറയുന്ന പോലെ അവരാവശ്യപ്പെട്ട ചില പാട്ടുകൾ പാടുന്നു. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും. അതിന് വിപ്ലവ ഗാനങ്ങൾ കടന്നു വരും ചിലപ്പോൾ അവരാവശ്യപ്പെടുന്ന പോലെ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതാവാം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം ഞാൻ അവരെ തൃപ്തിപ്പെടുത്താൻ, കേൾവിക്കാരനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്വം. എനിക്ക് സന്തോഷം തരുന്നത് അതാണ്. അന്ന് അതേ സംഭവിച്ചിട്ടുള്ളൂ. അവിടെ വേദി നോക്കി പാടുക എന്നൊരു അത് ഇപ്പോൾ ഇങ്ങനെ ഈ വിവാദമായതിന് പിന്നാലെ അത്തരമൊരു ചിന്ത തോന്നിയിട്ടുണ്ടോ? ഇല്ല, വേദി നോക്കി പാടാൻ എന്നെ കൊണ്ട് പറ്റില്ല. മീൻസ് ഞാൻ ആൾക്കാരെ നോക്കി പാടാം. നേരെ മറിച്ച് ഒരു അതിൻ്റെ സംഘാടകർ വന്നിട്ട് ഇന്നതേ പറ്റൂ, അല്ലെങ്കിൽ ഇന്നത് വേണം, എനിക്കറിയാത്തൊരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. എനിക്കറിയുന്നതൊരു കാര്യം അത് പറ്റില്ല എന്ന് പറഞ്ഞാലും എനിക്ക് പറ്റില്ല. ഞാൻ പിന്നെ അവിടെ പോവാതിരിക്കുക ചെയ്യുക അല്ലേ. എനിക്ക് പ്രേക്ഷകൻ എന്ത് വേണം, അല്ല കേൾവിക്കാരൻ എന്ത് വേണം, അത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ ഉയർന്ന വിമർശനങ്ങളിൽ മറ്റൊന്ന്, ഒരുപക്ഷെ ആ പാട്ട് പാടിയതൊക്കെ അവിടെ ഉയർന്നു വന്ന ചില സിമ്പലുകൾ, രാഷ്ട്രീയ പാർട്ടിയുടെ ഡിവൈഎഫ്ഐയുടെ കൊടി അടക്കം ആ LED-യിൽ തെളിഞ്ഞു വരുന്നു. അതൊക്കെ ഒരു പൊളിറ്റിക്കലൈസ് ആയിപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സാധാരണക്കാരൻ അങ്ങനെ തോന്നിയതിൽ തെറ്റില്ല എനിക്ക് തോന്നുന്നു. ഡിവൈഎഫ്ഐയുടെ കൊടി ഈ സമൂഹത്തിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടതെന്നില്ല അഭിപ്രായം എനിക്കില്ല. പക്ഷേ അത് സത്യത്തിൽ അതിൻ്റെ ടെക്നീഷ്യൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരാളല്ല. നോർമലി അവിടെ ഞാൻ പറഞ്ഞതുപോലെ കുറേ ദിവസം പരിപാടി നടക്കുന്നു, അതിനുവേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള LED വാൾസ്. അപ്പം നോർമലി എൻ്റെ പാട്ടുകൾ ഞാൻ വരുമ്പോൾ ആൾക്കാർക്ക് ഇവർക്ക് അറിയാമല്ലോ എന്തൊക്കെ പാടുക സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് കണക്കായി മൂപ്പര് ഇതിൻ്റെ ടെക്നീഷ്യൻ സെറ്റ് ചെയ്തതായിരിക്കണം ഒന്നെങ്കിൽ ആ വിഷ്വൽസ്. ഞാൻ സത്യത്തിൽ ഈ വീഡിയോസും വിവാദമൊക്കെ വരുമ്പോഴാണ് ഇതും ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കാണുന്നത് അപ്പോഴാണ്. ആ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നത്, വളരെ ഭംഗിയായി നടത്തും. നിങ്ങൾ കടക്കൽ പോയി ചെന്ന് ആരോട് ചോദിച്ചാലും പറയും നല്ല പരിപാടിയായിരുന്നു. അവർ പ്രായമുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് പോയിട്ടുണ്ട്. പരിപാടി ഒരു കുഴപ്പമുണ്ടായില്ല. വിവാദങ്ങൾ പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതാണ്. വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ചിലരുടെ തൊഴിലാണ്. അതിനെ കാര്യാക്കുന്നേ ഇല്ല. തീർച്ചയായിട്ടും. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ അലോഷി തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. വേദികളിൽ നിന്ന് വേദികളിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുകയുമാണ്. ജോയ്സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.